ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മീൻ കറി ഉണ്ടാക്കുന്നത്. മീൻക്ക് ആവശ്യമായ അരച്ചിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്. തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങ, താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് താളിക്കാനാണ്. പിന്നെ ചെറിയുള്ളി ഒരു 6 ഇല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ സിലോപ്പി മീനാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് സിലോപ്പി എന്ന് പറയും, ജിലേബി മീൻ എന്ന് പറയും. വേറെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ മീൻ കറി വെക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ആവശ്യത്തിനുള്ള മീനാണ് കേട്ടോ. ഇത് മീനിൻ്റെ തലയും വാലും ഒരു കഷ്ണം ഒരു ഉടലും ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കണ്ടോ. ഇത് പൊരിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഉടനെ മാത്രം പൊരിക്കാൻ കേട്ടോ. ഇത് കറിയിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിയിലേക്ക് പിന്നെ ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ. അപ്പോൾ അത് 3 എനിക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴറ്റി വന്ന ശേഷം പിന്നീടുള്ള കാണിച്ചില്ല. പിന്നെ ചട്ടി വെച്ച് ചട്ടിയിലേക്ക് 2-3 ഉലുവി, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില കേട്ടോ. ഇത് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട്ടിൽ ഇതൊക്കെയാണ് പറയുക. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ്, ഞാൻ തക്കാളി ഉള്ളിയൊക്കെ കാണിച്ചതില്ലേ, മുളക് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ വഴറ്റി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ അരപ്പാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വഴഞ്ഞ് വരണം കേട്ടോ. വഴഞ്ഞ് വന്ന ശേഷം മൂടി വെക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിക്കും, മീനും കേട്ടോ. ഇപ്പം നമ്മൾ അതിലേക്ക് പുളിവെള്ളം വീഴ്ത്തി മീനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി നോക്കുക, മീനിട്ട് പിന്നെ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായി തിളച്ച് വരുന്ന ശേഷം നമുക്ക് തേങ്ങ അരച്ചത് വീഴ്ത്താം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വീട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തിളക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വീട്ടിയിട്ടുണ്ട്. മീനൊക്കെ ഉടയാണ്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്ന് ലൈറ്റായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കുക. അത്ര തന്നെ. ഇന്നത്തേനെക്കാട്ടി ടേസ്റ്റ് നാളെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.